എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 3-ാം നാൾ. ചന്ദ്രഘണ്ഠാ ദേവിയാണ് 3-ാമത്തെ ദിനത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായ ചന്ദ്രഘണ്ഠാ ദേവിയുടെ പൂജയാണ് നവരാത്രിയുടെ 3-ാം ദിവസം നടത്തേണ്ടത്. ദേവിയുടെ നെറ്റിയിൽ അർദ്ധചന്ദ്രാകൃതി കാണപ്പെടുന്നത് കൊണ്ടാണ് ദേവിയെ ചന്ദ്രഘണ്ഠ എന്ന് പറയുന്നത്. പരമശിവൻ്റെ സഖിയായതിനു ശേഷമാണ് ചന്ദ്രഘണ്ഠാ ദേവി നെറ്റിയിൽ അർദ്ധചന്ദ്രൻ്റെ രൂപം വരയ്ക്കുന്നത് എന്നാണ് വിശ്വാസം. കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ പുലിപ്പുറത്തിരിക്കുന്ന ഈ ദേവീ സങ്കല്പമാണ് ദേവി ചന്ദ്രഘണ്ഠയുടേത്. വിവാഹത്തിനായി ശിവഭഗവാന് എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമമുണ്ടായി. ശിവൻ്റെ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അതിന് കാരണം. എന്നാൽ ഭാവവ്യത്യാസം കൂടാതെ അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിലൊതുക്കുകയും പിന്നെ പുലിപ്പുറത്തിരുന്ന് സ്വാഗതമരുളുകയും ചെയ്തു അത്രേ. ഇതാണ് ചന്ദ്രഘണ്ഠയുടെ ഭാവം. ജീവിതത്തിലെ സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി 3-ാം ദിവസം നാം ദേവിയെ ആരാധിക്കുന്നു. കടുവയാണ് ദേവിയുടെ വാഹനം. ശൂലം, ഗദ, വാൾ, കമണ്ഡലു, താമര, അമ്പ്, ധനുഷ്, ജപമാല എന്നിവ ഇരു കൈകളിലുമായി ധരിക്കുന്നു. 5-ാമത്തെ കൈയിൽ വരമുദ്ര കാണിക്കുന്നു. വലത് കൈ അഭയമുദ്രയിൽ പിടിക്കുന്നു. ഇന്നത്തെ കളർ ഗ്രേയാണ്. ഇന്ന് നിവേദ്യമായി നമ്മൾ ഉണ്ടാക്കുന്നത് എള്ള് ലഡുവും ക്യാരറ്റ് പായസവും ഉഴുന്നുചോറുമാണ്. ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഭക്ഷണവസ്തുക്കളിൽ ഒന്നാണ് എള്ള്. എള്ളുണ്ട രുചികരമായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി എല്ലു തേയ്മാനം പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ കഴിയും. ഇതിൽ കാൽസ്യവും സിങ്കുമെല്ലാം അടങ്ങിയിട്ടുണ്ട്. അയേണും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾക്ക് എള്ള് ഏറെ നല്ലതാണ്. അപ്പോൾ നമുക്ക് 3-ാം ദിവസത്തെ പ്രസാദങ്ങൾ തയ്യാറാക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഏലയ്ക്ക, കറുത്ത എള്ള്, ശർക്കര എന്നിവ മാത്രമാണ്. ആദ്യം ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 കപ്പ് എള്ള് ചേർക്കുക. എള്ള് സിമ്മിൽ വറുക്കുക. എള്ള് പൊട്ടി മണം വരുമ്പോൾ വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. തന്നെ ഇരുന്നാൽ ഗ്യാസ് ഓഫ് ചെയ്താലും പാനിൻ്റെ ചൂടിൽ എള്ള് കുറച്ചുകൂടി മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഉടനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ആറിയതിനു ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിക്കുക. ഒരുവിധം പൊടിഞ്ഞു വന്നാൽ 2 കപ്പ് ശർക്കര ചേർത്ത് പൊടിക്കുക. 1/2 കപ്പിലാണ് നമ്മൾ എള്ളെടുത്തത്. അതുകൊണ്ട് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ശർക്കരയാണ് എടുക്കേണ്ടത്. 125 ഗ്രാം എള്ളിന് 250 ഗ്രാം ശർക്കര, അതാണ് അളവ്. ശർക്കരയുടെ കൂടെ 2 ഏലയ്ക്ക കൂടി ചേർത്ത് പൊടിക്കുക. പൊടിച്ചത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ ഉരുളകളാക്കി ഉരുട്ടുക. എള്ള് അരയ്ക്കുമ്പോൾ അതിൽ നിന്നു തന്നെ എണ്ണ കിനിയുന്നത് കാരണം നെയ്യ് ചേർക്കാതെ തന്നെ ഉരുട്ടാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഷേപ്പിൽ ഉരുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ 2 സ്പൂൺ നെയ്യ് ഉരുക്കി ചേർക്കുക. നെയ്യ് ചേർക്കുമ്പോൾ സ്വാദ് കൂടും. 1 കപ്പ് എള്ളിൽ നിന്ന് നമ്മൾക്ക് 8 എള്ളുരുണ്ട കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ കുറച്ച് സമയം കൊണ്ട് നല്ല ഹെൽത്തി എള്ളുണ്ട തയ്യാറാക്കാം. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. ഇത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ 1 വീതം ദിവസം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ എള്ളിലുള്ള പോഷകങ്ങൾ കിട്ടും. കാണാനും മനോഹരം, സ്വാദും ഹൃദ്യം. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചുള്ള ഒരു പായസമാണ്. ഇത് പല രീതിയിൽ ചെയ്യാം. അതിലെ ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. പായസമാണല്ലോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ചുകൂടി ടേസ്റ്റും കൊഴുപ്പും കിട്ടാൻ 10 അണ്ടിപ്പരിപ്പ് അരച്ചു ചേർക്കുന്നുണ്ട്. ഇതിന് അണ്ടിപ്പരിപ്പ് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് വയ്ക്കുക. ചുടുവെള്ളത്തിൽ കുതിർന്ന് വരുമ്പോൾ പരിപ്പ് നല്ലപോലെ അരഞ്ഞു കിട്ടും. ഇനി നമ്മൾക്ക് പാല് കുറുക്കിയെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാൽ തിളപ്പിക്കുക. പാല് കുറുകി ഏകദേശം പകുതിയാവണം. ഒരു കരണ്ടി പാലിലിട്ട് ഗ്യാസ് സിമ്മിൽ വെച്ചാൽ പാൽ പതഞ്ഞ് പൊന്തി വരുന്നത് ഒഴിവാക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാല് കുറുകുന്ന സമയം നമ്മൾക്ക് ക്യാരറ്റ് കഷ്ണങ്ങളാക്കാം. 1 ക്യാരറ്റ് തോൽ ചീവി കഷ്ണങ്ങളായി മുറിക്കുക. ക്യാരറ്റും എള്ളുപോലെ തന്നെ വിറ്റാമിനുകളുടെ കലവറയാണ്. വിറ്റാമിൻ എ, സി, കെ, B6, ബയോട്ടിൻ, പൊട്ടാസ്യം, ഫൈബർ തുടങ്ങി നിരവധി പോഷകങ്ങളുടെ കലവറയാണ് ക്യാരറ്റ്. ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും നിർജ്ജലീകരണം തടയുന്നതിനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും നിറഞ്ഞ ക്യാരറ്റ് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി പ്രതിരോധശേഷി വർദ്ധിക്കും.
മുറിച്ചു വെച്ച ക്യാരറ്റ് കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്കിട്ട് ക്യാരറ്റ് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ആറിയ ശേഷം കുക്കർ തുറന്ന് ക്യാരറ്റ് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ കുതിർക്കാൻ വെച്ച അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. അരയ്ക്കാൻ നിങ്ങൾക്ക് ക്യാരറ്റ് വേവിച്ച വെള്ളവും അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ വെച്ച വെള്ളവും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി പാലിലേക്ക് അരച്ച ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് മിശ്രിതം ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ചേർത്തതുകൊണ്ട് പാൽ അടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൈവിടാതെ ഇളക്കുക. പാല് 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ കുറുകി കിട്ടും. പായസം കുറുകുന്ന സമയം 1 സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറക്കുക. മധുരത്തിന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇതിന് പകരമായി നിങ്ങൾക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പായസത്തിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് പായസം ദേവിക്ക് നിവേദിക്കാൻ തയ്യാറായി. ഇനി നമ്മൾ മൂന്നാമതായി ഉണ്ടാക്കുന്നത് ഉഴുന്നുകൊണ്ടുള്ള ഒരു ചോറാണ്. നമ്മൾ മുമ്പ് പ്രതിപാദിച്ചതുപോലെ ഉഴുന്നും ക്യാരറ്റിനെ പോലെ തന്നെ ഔഷധ ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ്. ഉഴുന്നിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഊർജ്ജദായകമായ ഒരു ഭക്ഷണമാണെന്ന് പറയാം. കൂടാതെ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ഭക്ഷണം കൂടിയാണ് ഉഴുന്ന്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും മത്സ്യമാംസാദികളിൽ നിന്നും ലഭിക്കുന്ന പ്രോട്ടീന് പകരം വയ്ക്കാൻ ഉഴുന്നിൻ്റെ വിഭവങ്ങൾക്ക് കഴിയും. അപ്പോൾ നമുക്ക് ഉഴുന്നുചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം നമ്മൾക്ക് ഉഴുന്നുപൊടി തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 3 സ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളകും 1/2 സ്പൂൺ കുരുമുളകും ചേർത്ത് എണ്ണയൊഴിക്കാതെ സിമ്മിൽ വറക്കുക. ഉഴുന്നുപരിപ്പിൻ്റെ കളർ മാറി ഗോൾഡൻ കളർ ആവുമ്പോൾ 4 സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് വഴറ്റുക. തേങ്ങയുടെ പച്ചച്ചുവ മാറി മൂത്ത് നല്ല മണം വരുമ്പോൾ വാങ്ങി തണുക്കുവാൻ വയ്ക്കുക. ആറിയ ശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക. കറിവേപ്പിലയും മല്ലിയിലയും വാങ്ങി 2 ദിവസം കഴിയുമ്പോൾ തന്നെ വാടിപ്പോകും. ഇത് 1 മാസം വരെ ഫ്രഷായിരിക്കാൻ ഒരു സൂത്രം പറഞ്ഞു തരാം. ഇത് കഴുകി വെള്ളം പോയ ശേഷം കറിവേപ്പിലയാണെങ്കിൽ തണ്ടിൽ നിന്നും കൊത്തുകളാക്കി പ്ലാസ്റ്റിക് ബോക്സിൽ വയ്ക്കുക. പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വയ്ക്കണം. അതുപോലെ മുകളിലും ടിഷ്യൂ പേപ്പർ വയ്ക്കുക. മല്ലിയിലയാണെങ്കിൽ വേര് മുറിച്ചു മാറ്റി ഇല ചെറുതായി മുറിച്ച് പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇലയിട്ട് വീണ്ടും ടിഷ്യൂ പേപ്പർ മുകളിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ആവശ്യത്തിന് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ബാക്കി വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. എല്ലാവർക്കും ഈ ടിപ്പ് അറിയാമെന്നറിയാം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ടിപ്പാണിത്. ഇനി നമ്മൾക്ക് ഉഴുന്നുചോറ് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/4 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ് എന്നിവ ചേർക്കുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് ചുവന്നു വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. കൂടുതൽ സ്വാദ് കിട്ടാനാണ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പിന് പകരം നിലക്കടല ചേർത്താലും മതി. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുക. എല്ലാം ഒന്നിളക്കി യോജിപ്പിച്ചതിനു ശേഷം വേവിച്ചു വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക. ചോറിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചതെങ്കിൽ ഉപ്പ് ഒരു നുള്ളു ചേർത്താൽ മതി. അല്ലെങ്കിൽ 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ആൾക്കുള്ള അളവിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി പൊടിച്ചു വെച്ച ഉഴുന്നുപരിപ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ആദ്യം 2 സ്പൂൺ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും 1 സ്പൂൺ പൊടി കൂടി ചേർക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹെൽത്തി ഉഴുന്നുചോറും റെഡിയായി. ചോറിന് ഉപയോഗിക്കുന്ന അരി നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പൊന്നിയരിയോ ജീരകശാലയോ ബസ്മതി റൈസോ പച്ചരിയോ ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് യൂസ് ചെയ്യുക. തേങ്ങ വറുത്ത് പൊടിച്ചതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകം തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഈ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന മിക്ക വിഭവങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന വിഭവങ്ങളാണെന്ന്. നമ്മുടെ പൂർവികന്മാർ ഓരോ ഫെസ്റ്റിവൽ ആഘോഷിക്കുമ്പോഴും അതാത് സീസണിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നവരാത്രി പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉത്സവമാണല്ലോ നവരാത്രി. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു നമ്മുടെ പൂർവികന്മാരെന്ന് മനസ്സിലാക്കാം. നമ്മൾ തയ്യാറാക്കിയ പ്രസാദങ്ങൾ ദേവിക്ക് ഭക്തിയോടെ നിറഞ്ഞ സ്നേഹത്തോടെ സമർപ്പിക്കാം. എല്ലാവർക്കും ചന്ദ്രഘണ്ഠാ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ഇന്ന് ഉണ്ടാക്കിയ ഈ 3 വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.